വലിയ ഒരു 11:30 ഒക്കെ ഞാനും ഏട്ടനും കൂടി നമ്മുടെ വള്ളിക്കാലൊരു ചന്തയിലോട്ട് വന്നു കേട്ടോ, വള്ളിക്കാല് ചന്തയിലോട്ട്. അപ്പം മീൻ വാങ്ങാൻ വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ചൂരയും അയിലയും ചങ്കലവ അതുപോലെ തന്നെ ചൂര അതുപോലെ നെയ്മീനൊക്കെ അതൊക്കെ മേടിച്ച് വരുന്ന വഴി പിന്നെ പാൽ സർവത്ത് കയറി കുടിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല പാൽ സർവത്ത്. അങ്ങനെ നേരെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ചപ്പാത്തിയും കിഴങ്ങറിയും കൂട്ടി കഴിച്ചു. ഇനി ഉച്ചക്കത്തേക്കുള്ള മുളക് വെക്കാൻ വേണ്ടി മീനൊക്കെ വെട്ടി റെഡിയാക്കി വെച്ച് കേട്ടോ. അങ്ങനെ ഞാൻ അതിനെല്ലാം പാചകം കേട്ടോ. അങ്ങനെ മുളവിട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് തീയലിരിപ്പുണ്ടായിരുന്നു, അതുപോലെ തോരനും ഉണ്ടാക്കി. പിന്നെ കുറച്ച് മീൻ മുളവിട്ട് വെച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മീൻ എടുത്ത് വറുത്ത് നമ്മൾ കേട്ടോ. അതൊക്കെ കൂട്ടി ഞാനും ഏട്ടനും അമ്മയും കൂടി ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടോ. അനിയനില്ലായിരുന്നു, അവൻ പുറത്ത് വരെ പോയിട്ടുണ്ട്, അവനില്ലായിരുന്നു. ഞങ്ങൾ മൂന്നും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ടോ. അങ്ങനെ കഴിച്ച് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഏട്ടൻ പോയി. ചായക്ക് വേറെ ഒന്നുമില്ലായിരുന്നു, കട്ടൻ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ടോ. ഒരു വൈകുന്നേരമൊക്കെ അമ്മയും ഞാനോട് നമ്മളെ കണ്ടത്തിലോട്ട് ഇറങ്ങി കേട്ടോ, വൃത്തിയാക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ വൈകുന്നേരം ഞാനും ഏട്ടനും എൻ്റെ അനിയത്തിയും കൂടെ ഞങ്ങൾ അവിടെ മനയമ്പലം എന്ന് പറയുന്ന അമ്പലമുണ്ടോ, ആ അമ്പലത്തിൽ ഉത്സവം തീരുന്ന ദിവസം അങ്ങനെ ഉത്സവം കാണാൻ വേണ്ടി പോയി ഞങ്ങൾ മൂന്നുപേരും കൂടി കേട്ടോ. അമ്മയ്ക്ക് സുഖമില്ലാത്ത അമ്മ വന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നുകൂടി പോയിട്ടോ. നല്ല പരിപാടിയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ തെയ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാനും. അതുപോലെ ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ തീരാനേരത്തും ഭയങ്കര തിരക്കായിരുന്നു. വന്ന് കയറിയപ്പോഴത്തേക്ക് ദീപിക എഴുന്നള്ളി വന്ന് നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ദീപിക എഴുന്നള്ളി വന്നിട്ട് പിന്നെ ഈ കെട്ടുകാഴ്ച ഫുള്ളും അമ്പലത്തിലോട്ട് കയറിയിട്ടോ. അതിൽ തെയ്യമൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് നേരെ വീട്ടിലോട്ട് പോയി. അടുത്ത വീട്ടിൽ കാണാമേ, ബൈ.